ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഹോട്ട് ബോക്സ് കൊണ്ടുള്ള കുറച്ച് ഉപയോഗങ്ങളാണ്. സാധാരണ രീതിയിൽ നമ്മൾ ചോറ്, ചപ്പാത്തി, അതുപോലെ റൊട്ടി പോലെയുള്ള പലഹാരങ്ങൾ സൂക്ഷിക്കാൻ, അതായത് ചൂട് പോകാതെ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഹോട്ട് ബോക്സ്. അതുകൂടാതെ നമുക്ക് ഹോട്ട് ബോക്സ് കൊണ്ട് വേറെന്തൊക്കെ ഉപകാരങ്ങൾ ഉണ്ടെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതുപോലെ തന്നെ ഒട്ടനവധി ഉപയോഗങ്ങളാണ് ഈ ഒരു ഹോട്ട് ബോക്സ് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതിൽ ചിലത് മാത്രമാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. കൂട്ടുകാരെ, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും കൂടി നമ്മൾ ഒരുമിച്ചായിരിക്കും ചായ ഉണ്ടാക്കുന്നത്. പലരും പല സമയങ്ങളിലായിരിക്കും പക്ഷേ അത് കുടിക്കാനായിട്ട് വരുന്നത്. ആ ഒരു സമയത്ത് അത് ചൂടൊക്കെ പോയിട്ട് നല്ലതുപോലെ തണുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടും അത് ചൂടാക്കാനായിട്ട് ഗ്യാസും അല്ലെങ്കിൽ വിറകായാലും അതുപോലെ കറണ്ട് ആയാലും ഒക്കെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ കാസറോളിൻ്റെ ഉള്ളിലേക്ക്, ഹോട്ട് ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഒരു കപ്പിലോ അല്ലെങ്കിൽ ചായ ഒഴിച്ച് വെക്കുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിലോ ഇതിനകത്തേക്ക്, ഈ ഹോട്ട് ബോക്സിനകത്തേക്ക് ഒഴിച്ച് ഇതുപോലെ വെച്ച് അടച്ചു വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും തന്നെ നല്ല ചൂട് ചായ കുടിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഹോട്ട് ബോക്സ് കൊണ്ടുള്ള രണ്ടാമത്തെ ഉപയോഗം എന്താണെന്ന് നോക്കാം. നമ്മുടെയൊക്കെ വീടുകളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും അതുപോലെ തന്നെ ഡിന്നർ ആയാലും ഒക്കെ നമ്മൾ കറികൾ ഒരുമിച്ച് ചൂടാക്കുന്ന ഒരു സമയത്ത് പിന്നെ കറികൾ തണുത്തു പോയിട്ട് ഉപയോഗിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചായ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചൂടോട് കൂടിയിട്ട് താമസിച്ച് വരുന്നവർക്ക് ഫുഡ് കൊടുക്കാനായിട്ടുള്ള കറികൾ നമുക്ക് ഇതുപോലെ ഒരു ചെറിയ ബോക്സിനകത്ത് അടച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ഹോട്ട് ബോക്സിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല ചൂട് കറി തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഈ വീഡിയോയിലെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ഹോട്ട് ബോക്സ് കൊണ്ടുള്ള മൂന്നാമത്തെ ടിപ്പാണ് നമ്മൾ ഈ പറയാനായിട്ട് പോകുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ സാധാരണ രീതിയിൽ ബേക്കറി ഐറ്റംസ് ഒക്കെ, അതായത് ചിപ്സ്, പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റ്, കുക്കീസൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ബക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കും സൂക്ഷിക്കുന്നത്. എങ്കിൽ ആ ബക്കറ്റിൽ സൂക്ഷിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ഹോട്ട് ബോക്സിലും ഈ ഒരു ഐറ്റംസ് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കണേ. ഇനി ഈ വീഡിയോയിലെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതായത് ഹോട്ട് ബോക്സ് കൊണ്ടുള്ള നാലാമത്തെ ടിപ്പ് എന്താണെന്നാണ് കാണിക്കാൻ പോകുന്നത്. കൂട്ടുകാരെ, ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനുമൊക്കെ തന്നെ നമ്മൾ ഇഡലിയും അതുപോലെ തന്നെ ദോശ, അപ്പം എന്നിവ ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ അരി നല്ലതുപോലെ കുതിർത്ത് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ടല്ലേ. 4 മണിക്കൂറെങ്കിലും നമ്മൾ കുറഞ്ഞത് അരി കുതിർത്തെടുക്കേണ്ടതുണ്ട്. ഇനി മുതൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും നമുക്ക് ഇഡലിയോ ദോശയോ അപ്പമോ ഒക്കെ ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ 4 മണിക്കൂറെങ്കിലും നമ്മൾ പച്ചരി കുതിർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. നല്ലതുപോലെ അരഞ്ഞു കിട്ടണം. അതുപോലെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും ഇഡലിയും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ 4 മണിക്കൂറിൽ കൂടുതൽ ഇത് കുതിർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മൾ മറന്നു പോകും അരി കുതിർക്കാനിടാനായിട്ട്. അങ്ങനെ മറന്നു പോകുന്നവർക്കുള്ള ഒരു ടിപ്പാണ് നമ്മൾ ഈ കാണിക്കുന്നത്. കാസറോളിലേക്ക്, അതായത് ഹോട്ട് ബോക്സിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉലുവയും അതുപോലെ തന്നെ കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് അളവ് എത്രയാണോ വേണ്ടത് അത്രയും ഉഴുന്നും ഉലുവയും അരിയും എടുക്കാവുന്നതാണ്. ശേഷം അതിലേക്ക് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ അടച്ചു വെക്കാം. ഏകദേശം 1/4 മണിക്കൂർ കഴിയുമ്പോഴേക്ക് നല്ലതുപോലെ തന്നെ ഈ ഒരു അരി കുതിർന്ന് കിട്ടുന്നതാണ്. 1 മണിക്കൂറിൽ കൂടുതൽ എന്തായാലും ഇത് വെക്കാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ അരിയെല്ലാം നല്ലതുപോലെ വെന്തിട്ട് ഏകദേശം ഒരു ചോറിൻ്റെയൊക്കെ രൂപത്തിലായി പോകും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മളിത് ഓപ്പൺ ആക്കി നോക്കാം. നമ്മുടെ അരി ഇവിടെ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്.
ഇനി നല്ലതുപോലെ തണുപ്പിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ ചൂടൊന്ന് മാറിയതിന് ശേഷം അരച്ചെടുത്താൽ മതി കേട്ടോ. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ട് വരാം. കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അല്പം ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കി കൊണ്ടുവരാം. ഇപ്പോൾ അരിയും ചോറും തേങ്ങയും എല്ലാം നമ്മൾ നല്ല രീതിയിൽ അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വയ്ക്കാം. ഒന്ന് നല്ലതുപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കണം. രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ മാവ് ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും സോഡാപ്പൊടിയും കൂടി ചേർത്ത് മിക്സാക്കി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. കണ്ടില്ലേ കൂട്ടുകാരെ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി വെള്ളയപ്പമാണ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി അരി വെള്ളത്തിലിടാൻ മറന്നു പോകുകയാണെങ്കിൽ കുതിർന്ന് കിട്ടാതിരിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ ഒരു ഹോട്ട് ബോക്സിലേക്ക് അരിയിട്ട് കൊടുത്ത് ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്തിയെടുത്താൽ മതി. ഇതൊരു പുതിയ അറിവൊന്നുമല്ല കേട്ടോ. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിവിടെ ഇത് പറയുന്നത്. ഇനി നമുക്ക് ഹോട്ട് ബോക്സ് കൊണ്ടുള്ള അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പുട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ സാധാരണ പഴവും വാങ്ങാറുണ്ട്. അപ്പോൾ നല്ലതുപോലെ ആ ഒരു പഴം നമുക്ക് രാവിലത്തേക്ക് എടുക്കാൻ പഴുത്ത് കിട്ടിയിട്ടില്ല എങ്കിൽ ഇതുപോലെ ഹോട്ട് ബോക്സിൻ്റെ ഉള്ളിലാക്കിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുത്താൽ മതി. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ചന്ദനത്തിരി കൊളുത്തി വെച്ച് കൊടുക്കാം. അങ്ങനെയാണെങ്കിലും പെട്ടെന്ന് തന്നെ പഴുത്ത് കിട്ടും. അല്ല, ഈ ഒരു രീതിയിൽ വച്ചതിന് ശേഷം അടച്ചു കൊടുക്കുകയാണെങ്കിലും നമുക്ക് പഴം നല്ലതുപോലെ തന്നെ പഴുത്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹോട്ട് ബോക്സ് കൊണ്ട് ഇനിയും ധാരാളം ഉപയോഗങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഇൻഷാ അല്ലാഹ് ഉടൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.